പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടാണല്ലോ. അപ്പോൾ ആ ഷോട്ടായപ്പോൾ കൈ അടിച്ചപ്പോൾ ഞങ്ങൾ സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആൻറ്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട്, അപ്പോൾ നമ്മൾ വെച്ചാൽ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മ്യൂസിയം വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കരഞ്ഞിട്ട്, എനിക്ക് വേറെ ആരും പറയാത്തൊരു കമൻറ്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞു എൻ്റെ മോനെ പുറത്തോട്ട് വിട്ടു, വിഷമായി, ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ മകൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. അല്ലാണ്ട് പുറത്തോട്ട് പോകണതോ അകത്തോട്ട് പോകണം അതൊന്നല്ല. എൻ്റെ മകൻ്റെ ആഗ്രഹം എനിക്ക് ഇതുവരെയും ചോദിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് എൻ്റെ മൂസയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തലയിറങ്ങി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ നമ്മൾ വീഡിയോ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചറിയാം, അവർ കണ്ടിട്ട് ഇമോഷനായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാമല്ലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ ചോദിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ടൊരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിൻ്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിലും കുറച്ചും കൂടി മൂവ്മെൻറ്റ് ഇപ്പം ഈ നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പം ഒരു ഇടിച്ച് തള്ളി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ കാര്യം. ഇപ്പോൾ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ, ഇപ്പം ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് യൂത്ത് ഫാമിലി എൻ്റർടൈനർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഇടിച്ച് തള്ളി കയറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വേണ്ടാന്ന് തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ ഒരു സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകൻ്റെ ഇപ്പോൾ ഒരു 100 പേരിരുന്നാൽ 80 പേർക്ക് ആ സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാതെ നന്നായിട്ട്. ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്, അവർ ചോയ്സാണ്. പക്ഷേ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ആ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നമുക്ക് എനിക്കൊന്ന് ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ കുറച്ചൊരു ഡൗണായി ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ അടിച്ച് ഇന്നലെ ഫ്രൈഡേ നമ്മുടെ പടം പിന്നെയും കയറി, ഇന്ന് ഇപ്പോൾ സാറ്റർഡേ പിന്നെയും കയറി. അപ്പോൾ അത് ആ ആൾക്കാർ എത്താനുള്ളൊരു സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിൻ്റെ എല്ലാ സിനിമയിൽ നിന്നും നമ്മളെ സംബന്ധിച്ചറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ പടം നമ്മുടെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് നാട്ടിലില്ല. അയാൾ ഹാഫിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാൾ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിന് വേണ്ടി. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയാൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാകുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റിയിൽ കയറും. അതിന് തിയേറ്ററിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. ഒരുപക്ഷെ ഇപ്പം മനോജ് കെജേൻ്റെ ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ഇവിടെ നിന്നല്ല എല്ലാ രാജ്യത്തും എല്ലാ ഭരണകൂടത്തിലും എല്ലാം കാണുന്നതാണ്. എങ്കിൽ പോലും ഈ മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെ ആ ഒരു ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തുനിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഒന്നത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് ബന്ധം, കുറച്ച് കൂടുതൽ
നമ്മൾക്ക് ഹെൽപ്പാവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നുമില്ലാത്തൊരു സാധാരണക്കാരൻ, അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് രാവിലെ കാണണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ, അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെതിനും കുഴപ്പമില്ല. കാര്യം 3.25 കോടി ജനങ്ങളുള്ളൊരു സ്ഥലത്ത് ഈ 3.25 കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്നത് പറഞ്ഞാൽ അദ്ദേഹം വിട്ടുപോകും, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ്, സിനിമയെ സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടിയാണത്. അത് സിനിമയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞൊരു സാധാരണക്കാരൻ്റെ ഒരു ഒന്നിലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം. ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രി അടുത്ത് നേരിട്ട് പോയി പരാതി പറയൽ അത് വർക്കൗട്ടല്ലത്, അവരുടെ തെറ്റല്ല. പക്ഷേ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ ഒരു CM ആയിട്ടെങ്കിലും സംസാരിച്ചാലാണ് നമ്മുടെ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കണം. അത് കേവലം താഴെയുള്ള ഒരാളടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു. അതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നുമല്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ജോൺ ചേട്ടാ, ജോൺ ചേട്ടൻ്റെ അഭിനയത്തിൽ ശരിക്കും പറഞ്ഞാൽ ജോൺ ചേട്ടൻ്റെ അഭിനയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുക, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ UK-ലുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നമ്പാടി വരുന്ന ആൾ ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിൻ്റെ 10 ഇരട്ടി ജോൺ ചേട്ടനെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ജോണി ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഇപ്പോൾ ഒരു മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കും. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു പരിപാടി ചോദിച്ചിട്ട് അതൊരു ഞാൻ എന്നെ നോക്കാൻ നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവും എന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കണ്ടിട്ട് അതിൻ്റെയോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോൾ വരുന്നു. ഈ 2 സീനാണ് അരുണോട് പറഞ്ഞു വിളിച്ചിട്ടാ. ഒന്ന് ആദ്യത്തെ അരുണ് ഞാൻ പള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോൾ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം വെക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അരുണ് ഹാപ്പിയായിരുന്നു. അരുണ് കട്ട് ചെയ്ത് ഉടനെ അച്ചായനെ കാണിക്കുന്ന അച്ചായൻ ഭയങ്കര ഹാപ്പിയാവുന്നു. അപ്പോഴേ നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ളൊരു സംഭവം വന്നു. പിന്നെ മറ്റേ സീനും ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് സങ്കടങ്ങളെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷേ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പോൾ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളൊരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയുക, കീറി മുറിച്ച് ആ എന്താ പറയുക, ആ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വന്ത് ഗോക്കിന് പറയാൻ പറ്റും? അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വന്ത് ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വികാരം. നാളെ എന്നെ തേച്ചൊട്ടിക്കുമായിരിക്കും അയാൾ, ഒന്നും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവുപോലെ അളക്കുന്ന ആൾ. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് ആരെങ്കിലും പറഞ്ഞു? ആ കുട്ടിയുടെ പെർഫോമൻസാണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല.
അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യനാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവാർഡ് കിട്ടി, അതിനോട് അവാർഡ് കിട്ടി. ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ അതിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ജമന്തി തോട്ടം അത് റിയലായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വെച്ചൊരു മാർക്കറ്റിങ് ചെയ്യാനിരുന്നത്? അല്ല, അത് ക്ലൈമാക്സ് അല്ലേ. ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയൊരു ഒരു ദിവസം തന്നെ അവിടുത്തെ ലൊക്കേഷൻ്റെ ഉൾപ്പെടെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അത്ര ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കറക്റ്റ് വരുന്ന സമയത്ത് ഈ പൂക്കൾ 4 ദിവസം നിൽക്കത്തുള്ളൂ, മാക്സിമം 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, ആ ഫ്രഷ്നെസ് പോവും. നമുക്ക് അതുപോലെ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അതെ, അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ്. പിന്നെ നമ്മൾ ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിനെടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യണ സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് അങ്ങനെ കുറേ ഇത് ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് ക്ലൈമാക്സിൻ്റെ ഒരു പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച അത് ഒരിക്കലും മാർക്കറ്റ് ചെയ്യണത്. ഇപ്പം ആൾക്കാർ കണ്ടു തുടങ്ങി, ഇപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത്. റോണി ചേട്ടാ, ഈ സബ്ജക്റ്റ് റോണി ചേട്ടാ, ഈ സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുന്നൊരു കാര്യമുണ്ട്. അതിപ്പം ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ നഷ്ടത്തിലും കുറേ സന്തോഷം കണ്ടെത്താൻ കുറേ പേരുടെ ജീവിതം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടൻ്റെ ജീവിതം ഇതിനകത്ത് കാണിക്കുന്നത്. കഷ്ടപ്പെട്ടാൽ കണ്ടർ സ്കോഡ് കിട്ടും. അതെ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചരിത്രത്തിലൊരു ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ പറ്റും? നമ്മുടെ അല്ലേ, അതെ, കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ജോജുവിൻ്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു, ഇങ്ങനെ 10-20 വർഷം ഇങ്ങനെ നടന്ന കാര്യം. ഇപ്പോൾ ജോജുവിൻ്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറി. അപ്പോൾ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റമല്ല. നമ്മുടെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നൂലാമാലകളും പ്രശ്നങ്ങളും. നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോൾ വിജിലൻസ് പൊക്കുന്നു, അവിടെ പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പേരെ നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അടങ്ങും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും, ചിലർക്കത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനൊരു വിജയം വരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ ഉസൈൻ ബോൾട്ട് ഓടുന്ന 10 സെക്കൻഡിന് താഴെയുള്ള സമയം നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യനാക്കുന്നത്.